SNDP യോഗം ചിറ്റാറ്റുകര മേഖല ശ്രീനാരായണ ദർശനോത്സവം ചക്കുമശ്ശേരി കൃഷ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടന്നു. യോഗം ജനറൽ സെക്രട്ടറി അരേഖണ്ഡി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. എന്ന് പറയുമ്പോൾ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ കടന്നു വന്നതിന് ശേഷമാണ് ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ നമ്മുടെ ശാഖാതലങ്ങളിലുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള വലിയ പരിപാടിയുടെ ഭാഗമായി ദർശനോത്സവവും ശ്രീനാരായണ കൺവെൻഷനും ഒക്കെ ഇന്ന് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വൃത്തിയായി നടന്നു വരുന്നു എന്നുള്ളതാണ്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂളുകൾ പൂട്ടുന്ന അവസരങ്ങളിൽ വളരെ നന്നായിട്ട് ഈ കൺവെൻഷനുകൾ നടന്നു വരും. എന്തിനാണ് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഈശ്വരനിലും അപ്പുറമുള്ള ഗുരുവാണ് എന്ന് നമ്മുടെ വരും തലമുറക്കും നമ്മളിൽ തന്നെയുള്ള ആളുകൾക്കും മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പറവൂർ യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. എന്തുകൊണ്ടും വളരെ സംഘാടനത്തിൽ വളരെ മികവ് പുലർത്തിയതാണ് നമ്മുടെ ശാഖാംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ഇത്രയും പേര് ഈ ചടങ്ങിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞ ഇതിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ മേഖലാതല ദർശനോത്സവം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. മെയ് 9, 10, 11 തീയതികളായി SNB സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന യൂണിയൻ തല ദർശനോത്സവത്തിൽ നിങ്ങളെല്ലാവരും കുടുംബസമേതം എത്തിച്ചേരുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം നേരിട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. യോഗം കൗൺസിലർ ഷീബ ടീച്ചർ ഗുരുദേവ സന്ദേശം നൽകി. ദർശനോത്സവം മിഴി തുറക്കുമ്പോൾ ഇത് നാം ഗുരുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു പുണ്യ സുദിനമാണ്. ഇന്ന് നാം ഗുരുവിന് വേണ്ടി പാദപൂജ ചെയ്തുകൊണ്ട് ഗുരുവിന്റെ ഭക്തി ഗാനസുധയിൽ ലയിച്ചുകൊണ്ട് ഗുരുദർശന ഗരിമയുടെ മധുരിമ നുകർന്നുകൊണ്ട് ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട് നാം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി, ഡയറക്ടർമാരായ PS ജയരാജ്, MP ബിനു, ഇൻസ്പെക്ടിംഗ് ഓഫീസർ D ബാബു, യോഗം ഭാരവാഹികളായ KB സുഭാഷ്, VN നാഗേഷ്, MS ശ്രീകുമാർ, KG ശശിധരൻ, കണ്ണൻ കൂട്ടുകാട്, TM ദിലീപ്, PS ബിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കൊടിമര ജാഥ, പ്രസാദ ഊട്ട്, പ്രഭാഷണം, കലാപരിപാടികൾ, തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവയും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.